ഹലോ ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അറേ തന്നെയാണ്, അറേയുടെ കണ്ടിന്യൂവേഷനാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പറയുന്നത് 2 ഡയമെൻഷണൽ അറേ എന്നുള്ള കോൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് 2 ഡയമെൻഷണൽ അറേ. കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 1 ഡയമെൻഷണൽ അറേനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നു എന്ന്. അപ്പോൾ 1 ഡയമെൻഷണൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 1 ഡയമെൻഷൻ എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ, കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്താണ് ഇത് എന്നുള്ളത് നമുക്ക് 2 ഡയമെൻഷൻ വരുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ നമ്മളൊരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ സ്റ്റഡി പോലെ നമുക്ക് നോക്കാം. ഓക്കെ, അതാണ് കുറച്ചും കൂടി എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ 2D 1D. ഓക്കെ, സോ 1D അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ള അറേ എന്ന് പറയുന്നത് ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. ഇൻറ്റ് a of 5. ഇൻറ്റ് a of 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതൊരു 1 ഡയമെൻഷണൽ അറേ ആണ്, അല്ലെങ്കിൽ ഇതൊരു അറേ ആണ്. അത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ, ഡയമെൻഷനെ കുറിച്ച് പറയുന്നില്ല. ഇതൊരു അറേ ആണ്, അറേയുടെ സൈസ് 5 ആണ് എന്ന് പറയാം. ഓക്കെ, ഈ സെയിം സംഭവത്തിനെ ഞാൻ ഇവിടെ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു. ഒരു സെക്കൻഡ്. ഓക്കെ, ഇൻറ്റ് ഞാൻ എഴുതാണ്. ഇൻറ്റ് ഇങ്ങനെ ഞാൻ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്രയും വലുത് എഴുതണ്ട, നമുക്ക് ഇങ്ങനെ എഴുതിയാൽ ഇത് 1 ഡയമെൻഷണൽ അറേയാണ്. ഇങ്ങനെ എഴുതിയാൽ ഇത് 2 ഡയമെൻഷണൽ അറേയാണ്. എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര സബ്സ്ക്രിപ്റ്റ്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളിടത്താണ് ഡിഫറൻസ് വരുന്നത്. ഒറ്റ ഒരു സബ്സ്ക്രിപ്റ്റ് മാത്രമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എങ്കിൽ അത് എന്ന് പറയുന്നത് ഒരു 1 ഡയമെൻഷണൽ അറേ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്നത് 2 സബ്സ്ക്രിപ്റ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2 സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് 2 ഡയമെൻഷണൽ അറേ എന്നാണ്. എൻ്റെ മാർക്കറിന് എന്തോ പ്രശ്നം. ഓക്കെ, സോ 1 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സബ്സ്ക്രിപ്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. വേറാസ് 2 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സബ്സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ഒരു അറേയുടെ ഡിക്ലറേഷനാണ്. ഒരു 2 ഡയമെൻഷണൽ അറേയുടെ ഡിക്ലറേഷനാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത് 1 ഡയമെൻഷണൽ അറേയുടെ ഡിക്ലറേഷനാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു എങ്ങനെയാണ് ഈ 1 ഡയമെൻഷണൽ അറേ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഇരിക്കുന്നത്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. മെമ്മറി റെപ്രസെൻറ്റേഷൻ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അതായത് a of 5 എന്നാണെങ്കിൽ അതിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. a of 0, a of 1, a of 2, a of 3, a of 4. ഇങ്ങനെയായിരിക്കും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ അത് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ സ്പേസ് ഒന്ന് എളുപ്പത്തിൽ അത്രയും സ്പേസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നു. മെമ്മറിയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ, വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ആ ഷേപ്പ് മാത്രം ഒന്ന് മാറ്റിയതാ സ്ഥലം സേവ് ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെയാണ് മെമ്മറിയിൽ 1 ഡയമെൻഷണൽ അറേ, അതായത് a of 5 എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. a of 0, a of 1, a of 2, a of 3, a of 4. ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ അറിയണം എങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേനെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ 2 ഡയമെൻഷണൽ അറേയുടെ മെമ്മറി റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, 2 ഡയമെൻഷണൽ അറേ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് എ മെട്രിക്സ് പോലെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഈ ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റോസ് ആണ്. അതുപോലെ സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. എന്താ പറഞ്ഞത്? 2 ഡയമെൻഷണൽ അറേയിൽ 1 ഡയമെൻഷനലിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ നേരെ അങ്ങ് മെമ്മറി റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ 2 ഡയമെൻഷൻ ആവുമ്പം അവിടെ 2 സബ്സ്ക്രിപ്റ്റുകളുണ്ട്. ഓക്കെ, ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ മെട്രിക്സിനെ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ അറേയിലുള്ള നമ്പർ ഓഫ് റോസിനെയും സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് കാണിക്കുന്നത് ആ അറേയിലുള്ള നമ്പർ ഓഫ് കോളത്തിനെയുമാണ്. ഓക്കെ, സോ ഇങ്ങോട്ട് നോക്കി അറിയാം. ഇപ്പം ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ എ എന്ന് പറയുന്ന അറേയ്ക്ക് 2 റോസും 3 കോളംസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് 2 റോ, 2 റോ. ഓക്കെ, 3 കോളംസ് ഉണ്ട്. അതായത് 1 2 3 3 കോളംസ് ഉണ്ട്. സോ ഫസ്റ്റ് റോയിനെ നമ്മൾ 0th റോ എന്ന് പറയും, സെക്കൻഡ് റോയിനെ നമ്മൾ ഫസ്റ്റ് റോ എന്ന് പറയും. അതുപോലെ 0th കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. ഇൻ ഇഫക്റ്റ് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നോക്കി അറിയാം. 2 റോ, ഇത് നമ്മളുടെ റോ 1 ആണ്, ഇത് നമ്മളുടെ റോ 2 ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് 3 കോളം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് 3 കോളം, കോളം 1, കോളം 2, കോളം 3. മനസ്സിലായോ? മെമ്മറിയിൽ റെപ്രസെൻറ്റേഷൻ പോകുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, ദെൻ ഇനി നമുക്കറിയാം എങ്ങനെയാണ് ഒരു അറേനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം, 1 ഡയമെൻഷണൽ അറേനെ. അപ്പോൾ 1 ഡയമെൻഷണൽ അറേനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇനീഷ്യലൈസ് ചെയ്യുന്നത്? ഇൻറ്റ് എ ഓഫ് 5 എന്നാണെങ്കിൽ നമ്മൾ കേളി ബ്രേസസിൻ്റെ അകത്ത് വാല്യൂസിനെ സ്പെസിഫൈ ചെയ്യും. 1 2 3 4 5 ഈ രീതിയിലാണ് നമ്മൾ വാല്യൂസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ് എന്ത് സംഭവിക്കും? 1 ഇവിടെ വരും, 2 ഇവിടെ വരും, 3 ഇവിടെ വരും, 4 ഇവിടെ വരും, 5 ഇവിടെ വരും, അല്ലേ? അപ്പോൾ നമുക്കിനി അറിയണം എങ്ങനെയാണ് നമ്മൾ 2 ഡയമെൻഷനലിൽ മെമ്മറി നമ്മൾ വാല്യൂസ് കൊടുത്ത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയണം. ഓക്കെ, സോ 2 രീതിയിലാണ് നമുക്ക് വാല്യൂസ് കൊടുത്ത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനീഷ്യലൈസേഷൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതിയ അതേ രീതിയിൽ, അതായത് ഇൻറ്റ് എൻ്റെ അറേ എഴുതുന്നു എ ഓഫ് 2 and 3 which is equal to എനിക്ക് ജസ്റ്റ് കേളി ബ്രേസസിൽ കൊടുക്കാം. അതായത് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ സെല്ലിലേക്ക് അല്ലെങ്കിൽ ഈ മെട്രിക്സിൻ്റെ അകത്തേക്ക് വാല്യൂ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ 2 റോയും 3 കോളവുമാണ് ഉള്ളത്, അല്ലേ? സോ റോ 1, റോ 2, കോളം 1, കോളം 2, കോളം 3 ഇങ്ങനെയാണ് ഈ മെട്രിക്സ് ഇരിക്കുന്നത്. എന്ത് പറ്റും? നേരെ വന്നിട്ട് ഇത് 0th കോളം, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ വാല്യൂസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 0th റോ 0th കോളത്തിലേക്ക് 1 വരും, 0th റോ ഫസ്റ്റ് കോളത്തിലേക്ക്
2 വരും. 0th റോ തേർഡ് കോളത്തിലേക്ക് 3 വരും. ഫസ്റ്റ് റോ 0th കോളത്തിലേക്ക് 4 വരും. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ 5, ഫസ്റ്റ് റോ തേർഡ് കോളത്തിൽ 6. ഈ രീതിയിലാണ് വാല്യൂസ് അതിനകത്തേക്ക് ഇനീഷ്യലൈസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനകത്തേക്ക് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പക്ഷേ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സോ അതുകൊണ്ട് നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ഇനീഷ്യലൈസേഷൻ കൂടെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെയിം അറേയിൽ തന്നെ ഞാൻ കാണിക്കുന്നു. ഇൻറ്റ് a of 2 3 which is equal to സെക്കൻഡ് മെത്തേഡ് ഓഫ് ഇനീഷ്യലൈസേഷൻ ആണ് കാണിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കേളി ബ്രേസസ് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് റോയിൽ വരുന്ന വാല്യൂസിനെ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കി കൊടുക്കുക. 1, 2, 3 കോമ കൊടുക്കുക. വീണ്ടും ബ്രാക്കറ്റിൽ ഫസ്റ്റ് റോയിൽ, അതായത് ഇപ്പോൾ ഫസ്റ്റ് റോ 0th റോയിൽ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ അടുത്ത റോയിൽ എന്ത് വാല്യൂസ് ആണ് വരേണ്ടത് ആ വാല്യൂസിനെ നമുക്ക് ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോഴും സംഭവിക്കുന്നത് തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ 2 റോയും 3 കോളവും ക്രിയേറ്റ് ചെയ്ത് ആദ്യത്തെ ബ്രാക്കറ്റിലുള്ളതിനെ അങ്ങ് നിരത്തി പിടിച്ച് എൻ്റർ ചെയ്യും, അടുത്ത ബ്രാക്കറ്റിലുള്ളതിനെ അടുത്ത റോയുടെ അകത്തേക്ക് എൻ്റർ ചെയ്യും. ഈ രീതിയിലാണ് 2 ഡയമെൻഷണൽ അറേയ്ക്ക് ഇനീഷ്യലൈസേഷൻ വരുന്നത്. മനസ്സിലാവുന്നു? ദെൻ ഇപ്പോൾ നമുക്ക് 1 ഡയമെൻഷണൽ അറേയിൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ, എനിക്ക് ഇവിടെ ഇരിക്കുന്ന എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്താൽ മതി. a of 2 എന്നുള്ളത് നോക്കിയാൽ എനിക്ക് 3 എന്നുള്ള വാല്യൂ കിട്ടും ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്ത്. ഇപ്പോൾ എനിക്ക് ഈ 5നെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക 2 ഡയമെൻഷണൽ അറേയിൽ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ആ മെട്രിക്സിനെ അല്ലെങ്കിൽ നമ്മൾ ആ 2 ഡയമെൻഷണൽ അറേനെ ആക്സസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇത് 0th റോയാണ്, ഇത് ഫസ്റ്റ് റോയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. എനിക്ക് ആക്സസ് ചെയ്യേണ്ടത് 5 എന്നുള്ള എലമെൻറ്റിനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 5നെ ആക്സസ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു യൂസ് ദ ഇൻഡെക്സ് നമ്പർ. ഓക്കെ, ഈ 5 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? a of, ഇത് ഏത് റോയിലാണ് ഇരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇതിരിക്കുന്നത് ഫസ്റ്റ് റോയിലാണ്. സോ a of 1 ഏത് കോളത്തിലാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. സോറി, ഇങ്ങനെ നമ്പർ ചെയ്യണേ. 0, 1, 2 എന്ന നമ്പർ ചെയ്യണം. ഏത് കോളത്തിലാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. 5th കോളത്തിലാണ് ഇരിക്കുന്നത്. സോറി, കോളം നമ്പർ 1 ആണ്. സോ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ ഇരിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഇങ്ങനെ ആക്സസ് ചെയ്യുന്നത്. മനസ്സിലായോ? 1 ഡയമെൻഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നുമില്ല, ഒറ്റയടിക്ക് നമുക്ക് ഇൻഡെക്സ് നമ്പർ വെച്ച് ആക്സസ് ചെയ്യാം. പക്ഷേ 2 ഡയമെൻഷൻ ആവുമ്പോൾ അതിൻ്റെ റോയും കോളവും നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ആകെ നമ്മൾ 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഒരു 2 ഡയമെൻഷണൽ അറേ? ഒരു 2 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ ആ അറേയിൽ 2 സബ്സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരിക്കും. 2 സബ്സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇതൊരു 2 ഡയമെൻഷണൽ അറേ ആണ്. ഓക്കെ, മറ്റേതുപോലെ തന്നെയാണ് ഇവിടെ ഡേറ്റ ടൈപ്പ് നമ്മൾ പറയുന്നു, അറേയുടെ പേര് നമ്മൾ പറയുന്നു. ഈ സബ്സ്ക്രിപ്റ്റുകൾ കാണിക്കുന്നത്, ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് കാണിക്കുന്നത് ആ അറേയിൽ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് എന്നുള്ളതാണ്. എത്ര നമ്പർ ഓഫ് റോ. സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് കാണിക്കുന്നത് ആ അറേയിൽ എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ
എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്കതിൻ്റെ മെമ്മറി റെപ്രസെൻറ്റേഷനിലേക്ക് പോകാം. സോ ഈ ഒരു കേസിൽ 2 റോയും 3 കോളവുമാണ്. സോ ഞാൻ അതാണ് മെമ്മറി റെപ്രസെൻറ്റേഷൻ കൊടുത്തത്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. അപ്പം നമ്മൾ 2 റോയിനെ കാണിച്ചു. ഇനി എത്ര കോളംസ് ഉണ്ട്? 3 കോളംസ്. കോളം നമ്പർ 1, കോളം നമ്പർ 2, കോളം നമ്പർ 3. നമ്മൾ എപ്പോഴും നമ്പർ ചെയ്യുന്നത് 0യിൽ നിന്നാണ്. സോ 0th റോ, ഫസ്റ്റ് റോ. കോളത്തിൻ്റെ നമ്പർ ചെയ്യുന്നത് 0th കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ അറേയിൽ എങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 2 തരത്തിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. കേളി ബ്രേസസിൻ്റെ അകത്ത് ഒറ്റയടിക്ക് വാല്യൂസ് കൊടുക്കാം, അല്ല കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വാല്യൂസ് കൊടുത്തു പോകാം. രണ്ടും ശരിയായിട്ടുള്ള മെത്തേഡാണ്. സോ 1 2 3 4 5 6 എന്ന് പറഞ്ഞ് വാല്യൂ കൊടുത്താൽ അത് ആദ്യത്തെ റോയിനെ ഫില്ല് ചെയ്യും, രണ്ടാമത്തെ റോയിനെ ഫില്ല് ചെയ്യും. അത് തന്നെയാണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താലും ആദ്യത്തെ റോയിനെ ഫില്ല് ചെയ്യും, രണ്ടാമത്തെ റോയിനെ ഫില്ല് ചെയ്യും. സോ ഈ രീതിയിലാണ് ഒരു 2 ഡയമെൻഷണൽ അറേനെ ഡിക്ലെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ മെമ്മറിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ 2 തരത്തിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു 2 ഡയമെൻഷണൽ അറേനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഒരു 2 ഡയമെൻഷണൽ അറേനെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. അതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഓക്കെ.